സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല. അവസാനം ഇച്ചിരി ഡിസപ്പോയിന്റിംഗ്. എക്സ്പെക്ട് ചെയ്തില്ല. ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു. ഭയങ്കര വലിയ ട്വിസ്റ്റ് ഒന്നും അത്രയും വലുത് പ്രതീക്ഷ വരില്ല. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരു നോർമൽ പടം പോലെ. പുള്ളി പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് സർപ്രൈസിങ് എലമെന്റ്സ് ഉണ്ട്. നല്ല ട്വിസ്റ്റ് ആണ്. നല്ല പടം സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നല്ലപോലെ വർക്കായി. അത്രേ ഉള്ളൂ. ഫാമിലി ആയിട്ട് കാണാൻ നല്ലൊരു പടമാണ്. അപ്പൊ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ദൃശ്യം 3 ഇന്ന് റിലീസ് ആകുവാണ്. പടം കണ്ടിട്ട് ഇറങ്ങുന്നവരോട് നമുക്കൊന്ന് അഭിപ്രായം ചോദിച്ചറിഞ്ഞാലോ. പടം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല പടമാണ്. ജിത്തു ജോസഫ് വീണ്ടും മറ്റേ നമ്മൾ ദൃശ്യം 1-ലെ 2-ലെ കണ്ട അതേ മാജിക് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് ലാഗ് ഒരു മിനിറ്റ് പോലും ഫീൽ ചെയ്തില്ല കേട്ടോ. നമ്മള് കുറച്ച് ഞാൻ പ്രെഡിക്ട് ചെയ്ത കുറച്ച് ഭാഗങ്ങൾ ചെയ്യേ, എന്നാലും നമുക്ക് എന്താ പറയുക, ആ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നല്ലപോലെ വർക്കായി. അത്രേ ഉള്ളൂ. ഫാമിലി ആയിട്ട് കാണാൻ നല്ലൊരു പടമാണ്. സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല. ആക്ച്വലി ജിത്തു ജോസഫ് പറഞ്ഞോട്ട് ഒരു സ്ലോലി ബിൽഡ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. പക്ഷേ പുള്ളി പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് സർപ്രൈസിങ് എലമെന്റ്സ് ഉണ്ട്. തീർച്ചയായിട്ടും ഫ്രാഞ്ചൈസിയിലെ ടോപ്പ് മൂവി എന്ന് പറയുന്നില്ല, പക്ഷെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പടം നല്ല സൂപ്പർ പടമായിരുന്നു. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ബർത്ത്ഡേ ടു മോഹൻലാൽ. നമ്മള് മോഹൻലാലിന്റെ കട്ട ഫാൻസ് ആണ്. സൂപ്പർ ഫിലിമാണ്. നല്ല ട്വിസ്റ്റ് ആണ്. നല്ല പടം. ഇനി അത് തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ എപ്പോഴും അത് വെയിറ്റിംഗ് ആണ് ദൃശ്യം 4-ലേക്ക്. അടിപൊളിയായിരുന്നു. സൂപ്പർ പടം. നല്ല പഴയതിലും വളരെ വ്യത്യാസമുണ്ട്. നല്ല കണ്ടിരിക്കാനും ഫാമിലിക്കാരനും എല്ലാം നല്ല എല്ലാം ഉണ്ടായിരുന്നു. സൂപ്പർ. കുഴപ്പമില്ല, നല്ലായിരുന്നു. ഇഷ്ടപ്പെട്ടു ഒരുപാട്. പടം നല്ല പടമായിരുന്നു. മോഹൻലാലിന്റെ നല്ല സൂപ്പർബ് അഭിനയമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല മൂവി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവസാനം ഇച്ചിരി ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. എന്നാലും നല്ല മൂവിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഞാൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ലൈക്ക് ഒന്നും എന്തുവാ റീക്യാപ്പ് ഒക്കെ വന്ന് ഞാൻ വിചാരിച്ചു ലൈക്ക് ഒന്നും കാണത്തില്ല. തേർഡ് പാർട്ടല്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചു ലൈക്ക് ഒന്നും വലിയ സ്റ്റോറി ഒന്നും കാണത്തില്ല, ലൈക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സംഭവമായിരിക്കും. സെക്കൻഡ് ഹാഫ് വന്നപ്പോ പോലെ ഞാനാണെങ്കിൽ ഭയങ്കര ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു. ഭയങ്കര ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒക്കെ മോഹൻലാലിന്റെ തിയേറ്റർ റെസ്പോൺസും ഭയങ്കര നല്ലായിരുന്നു. തിയേറ്റർ റെസ്പോൺസ് ലാസ്റ്റ് എല്ലാരും കൈയടിക്കുമായിരുന്നു. അത്ര നല്ലായിരുന്നു എൻഡിങ് ഒക്കെ. പടം കുഴപ്പമില്ല. ഫസ്റ്റും സെക്കൻഡും അത്രയും വരില്ല, പക്ഷെ എന്നാലും കണ്ടിരിക്കാം. വാച്ചബിൾ ആണ് പടം. ത്രില്ലറാണ്. ലാലേട്ടന്റെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം. പിന്നെ അങ്ങനെ കുഴപ്പമില്ല. ഭയങ്കര വലിയ ട്വിസ്റ്റ് ഒന്നും അത്രയും വലുത് പ്രതീക്ഷ വരില്ല. ബട്ട് ഓക്കെ ആണ്. പടം കണ്ടിരിക്കാം. നല്ല ഫിലിമാണ്. നമ്മള് ഫസ്റ്റും സെക്കൻഡും കണ്ട പോലെ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരു നോർമൽ പടം പോലെ, സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേനും ഒരു ത്രില്ലർ നല്ല പടമാണ്. എല്ലാവരും പൊളി. അപ്പൊ പടം കണ്ടവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്തെന്നാൽ കമന്റിൽ പറയൂ. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസിനായി ലുവോ എന്റർടൈൻമെന്റ് സബ്സ്ക്രൈബ് ചെയ്യൂ.